Hi, all. Magic morning. Magic morning. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്ന് മോർണിംഗ് നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു, ഒരുപാട് പേർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തു അല്ലെ? നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എത്ര പേർക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് വൈ ടൈപ്പ് ചെയ്തോളൂ. യെസ് എന്നുള്ള രീതിയിൽ വൈ എന്ന് ടൈപ്പ് ചെയ്തോളൂ. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ആരൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ രാവിലെ തന്നെ ഫോർഗീവ്നെസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളവർ. ഓക്കെ, സിന്ധു മാം താങ്ക് യു, ഉണ്ണികൃഷ്ണൻ സർ താങ്ക് യു, ഷീജ മാം താങ്ക് യു, ഷൈനി മാം താങ്ക് യു. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം ഇതിലുള്ള ഒരുപാട് ആളുകള് പാരന്റ് ആണ് അല്ലെ? കൂടുതൽ ആളുകളും പാരന്റ്സ് ആണ്. പാരന്റ്സ് അല്ലാത്തവരും ഉണ്ടായിരിക്കാം. എന്നാലും അപ്പം ഇന്ന് നമുക്ക് സെഷൻ സെൽഫ് പാരന്റിങ്ങിനെ കുറിച്ചാണ് സെഷൻ വരുന്നത്. ഷഹല മാം ഇവിടെ ഇല്ലേ? ഷഹല മാം ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള കുറച്ച് പേർക്ക് അറിയാം, പുതിയ മെമ്പേഴ്സിന് അറിയോന്ന് അറിയില്ല, എങ്കിലും ഞാൻ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറും അതുപോലെ തന്നെ ലൈഫ് എംപവർമെന്റ് കോച്ചും കൂടെ ആയിട്ടുള്ള ഷഹല മാം ആണ് ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത്. മാമിന്റെ ടോപ്പിക് വരുന്നത് സെൽഫ് പാരന്റിങ് ആണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. വെരി ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പം ലോങ് ടൈമിലെ കുറച്ച് ടൈമിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് പാരൻറ്റിംഗ് എന്നാണ്. ഓക്കെ, ഞാൻ ഒരു പാരൻറ്റിങ് കോച്ച് കൂടെയാണ്, അതന്നെ സ്പിരിച്വൽ പാരൻറ്റിങ് കോച്ച് കൂടെയാണ്. അപ്പം അതിൽ നമ്മൾ പാരൻസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ചെറിയ ടൈമിൽ എങ്ങനെ നല്ലൊരു പാരൻ്റ് ആവാം എന്നുള്ളൊരു ഡിസ്കഷനിലോട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ നല്ലൊരു പാരൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം അറിയോ? എനിക്ക് എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പാരൻ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ നല്ല രീതിയിൽ പാരൻ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ നല്ലൊരു രക്ഷിതാവായിട്ട് എനിക്ക് എന്നെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുട്ടീനെ ആ രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ എന്താണോ നമ്മളോട് ചെയ്യുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് മക്കളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പേരൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ സെൽഫിന് ഫോർഗീവ്നെസ് ചെയ്തു കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം നിങ്ങൾക്ക് പുറത്തു കൊടുക്കുക അല്ലേ? നമ്മളെ ഉള്ളിലും ഒരു ചൈൽഡ് ഉണ്ട്. നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന നമ്മളോട് പല ആളുകൾക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇത്രയും കുറവില്ലേ, എന്നിൽ എന്തൊക്കെയോ പ്രശ്നമില്ലേ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ആ ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് നിങ്ങളുള്ളിലല്ലേ, നമ്മൾ ചൈൽഡ്ഹുഡിലെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളോട് ആ ഒരു ഇഷ്ടം വരും. അയ്യോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചെറിയ കുഞ്ഞിനോട് നല്ല ഇഷ്ടം വരും. എന്നാൽ ആ സെയിം കുഞ്ഞനാണ് ഇപ്പോഴും നമ്മൾ. അത് വേറെ എവിടെ പോയിട്ടൊന്നുമില്ല. അതിൻ്റെ ആ കൈകാലൊക്കെ വളർന്ന് ആ ആള് അല്ലേ, അതേ കുഞ്ഞനെ കുറച്ചുകൂടെ വളർന്നു, അതാണ് നമ്മൾ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നു. പക്ഷെ വലുതായ ഇപ്പോൾ ഉള്ള നമ്മളോട് നമുക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ആ ചൈൽഡിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് എക്സാക്ട്ലി ആ ഒരു മക്കളോടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രക്ഷിതാവ് എന്നുള്ള ഒരു പദത്തിന്റെ അർത്ഥം നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഗാർഡിയൻ എന്നാണ് വരിക. അതായത് ഒരു ഗാർഡനെ അതിൻ്റെ ഉടമ എങ്ങനെ മനോഹരമായിട്ട് പരിപാലിക്കുന്നു, വെള്ളവും വളവും സ്നേഹവും കൊടുത്ത് ഒരു ഗാർഡൻ എങ്ങനെ മനോഹരമായിട്ട് പരിപാലിക്കുന്നു, അതുപോലെ തന്നെയാണ് ആക്ച്വലി ഒരു പാരന്റ് എന്നുള്ള നിലയിൽ മക്കളെയും പരിപാലിക്കേണ്ടത്. അതായത് നമ്മളവിടെ പരിപാലിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളെ കയ്യിലോട്ട് ഇല്ല, ഈ ഒരു യൂണിവേഴ്സിലെ ഓർ നിങ്ങളെ ക്രിയേറ്റർ നിങ്ങളെ കയ്യിലോട്ട് മക്കളെ തന്നിരിക്കുന്നു. അതിനെ ക്രിയേറ്റ് ചെയ്ത ആൾ അവിടെ നിന്നാണ്. അതുമാത്രമല്ല അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളത് അല്ലെ, ആ ഒരാൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതാണ് എന്തിന്, ഒരു കാലയളവിലോട്ട് അവരെ എന്തിനു വേണ്ടിയിട്ട് അവരെ നർച്ചർ ചെയ്യാനും അവർക്ക് ഈ ഒരു ക്രിയേറ്ററുടെ ലവ് ആൻഡ് ലൈറ്റ്, സ്നേഹവും വെളിച്ചവും ഒക്കെ നിങ്ങളിലൂടെ പകർന്നു കൊടുക്കാൻ
ഏൽപ്പിക്കപ്പെട്ടവരാണ് ആര്, പാരൻസ് എന്നുള്ളത്. അപ്പം പാരന്റിങ് എന്നുള്ള ആ ഒരു കാര്യത്തിന് ശരിക്കും ഇറ്റ്സ് ആൻ ആർട്ട്, ഒരു കലയാണത്. അതിന് അത്രയും ഒരു ബ്യൂട്ടി ഉണ്ട്. ഐ മീൻ ഈ നമ്മുടെ മാതാവിലൂടെ മാതാവിലൂടെ അത്രയും ലവും കെയറും അല്ലെ, കരുണയും അതാണ് കുട്ടിയിലോട്ട് പകർന്നു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പിതാവിലൂടെ തന്നെ അതേ സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ രീതിയിലൂടെ, കരുതലിൻ്റെ രീതിയിലൂടെ കുട്ടികളിലോട്ട് പകർന്നു നൽകുന്നു. അപ്പം ശരിക്കും നോക്കുന്ന സമയത്ത് ഈ പാരന്റിങ് എന്ന് പറയുമ്പം ഒരു മാതാവ് ചെയ്യുന്നതായിക്കോട്ടെ പിതാവ് ചെയ്യുന്നതായിക്കോട്ടെ ശരിക്കും ഡിവൈൻ റിഫ്ലക്ഷൻ ആണ്. എന്താണോ ദൈവം ഒരു കുഞ്ഞിലോട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്, അത് ഭൂമിയിൽ എത്തുന്ന സമയത്ത് മാതാവിലൂടെയും പിതാവിലൂടെയും തരാന്നുള്ളത്. അപ്പം അത് ശരിക്കും ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണത്, നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു പദവിയാണത്. അപ്പൊ അതിന് അതേ രീതിയിൽ ആര് ചെയ്യുന്നോ അവർക്ക് ആ ഒരു കുഞ്ഞിന്റെ പ്യൂരിറ്റി, അവരുടെ ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും, ആ കുഞ്ഞിന്റെ ഉള്ളിലെ ഒരു ആനന്ദം, ഏതൊരു കുഞ്ഞും ഇങ്ങോട്ടേക്ക് ജനിച്ച് വീണ സമയത്ത് അത്രയും ജോയ്ഫുൾ ആയിട്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ വേണം. പക്ഷെ നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കാരണങ്ങളൊന്നും ഇല്ലാതെ സന്തോഷിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലെ. ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു. നമുക്ക് വാട്ട് അതേഴ്സ് തിങ്കിങ് ഇല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നില്ല. നമ്മൾ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാറില്ലായിരുന്നു. ഒരു പേടിയില്ലായിരുന്നു. ഐ മീൻ നമുക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും കഥ പറയാൻ അറിയില്ലെങ്കിലും ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ പെർഫോം ചെയ്യും. കാരണം പേടിയില്ല. ഇനി തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചിരിച്ചു എന്നാൽ നമ്മളും ചിരിക്കും, നമുക്ക് അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ടാണ് ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലെ. അപ്പം അതിനെ പിന്നീട് നമുക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ആ കുഞ്ഞല്ലല്ലോ ഇപ്പൊ നമ്മളിൽ എന്തൊക്കെയോ ഇമ്പ്യൂരിറ്റീസ് വന്നു പോയി അല്ലെ. ശരിക്കും ആ ഒരു നർച്ചറിങ് പീരീഡിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ആളുകളിൽ നിന്നോ പാരൻസിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ സറൗണ്ടിങ്സിൽ നിന്നോ അല്ലെ, മാതാപിതാ ഗുരു ദൈവം എന്നാണ്, മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്നോ എവിടെ നിന്നാണോ ആ കുഞ്ഞിന് ശരിക്കും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും ലവും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാവിലൂടെ ഡിവൈൻ ലവും കെയറും ഒക്കെ കിട്ടുന്നു, കാരുണ്യമൊക്കെ കിട്ടുന്നു. പിതാവിലൂടെ ആ ഒരു പ്രൊട്ടക്ഷനും കരുതലും കിട്ടുന്നു. ഗുരുവിലൂടെ ആണെന്നുണ്ടെങ്കിലോ അറിവിലെ ആ ഒരു ഗൈഡൻസ്, ഡിവൈൻ ഗൈഡൻസും അതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്നും കിട്ടേണ്ട സ്ഥലത്ത് നിന്നിട്ട് പല മക്കൾക്കും പകരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അത്രയും പ്യുവർ ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർ ആ ചെറുപ്പത്തിൽ എല്ലാവരും അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര കാരുണ്യമായിരിക്കും, ഭയങ്കര അറ്റൻഷൻ ആയിരിക്കും. കുറച്ചും കൂടെ വളർന്നു വരുമ്പോൾ നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ പോരാ, നീ ചെയ്തതിൽ ആ പ്രശ്നമുണ്ട്, നീ ഇങ്ങനെ പ്രശ്നമുണ്ട്, അവനെ കണ്ടുപഠിക്ക്, ഇവനെ കണ്ടുപഠിക്ക്. ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യും. ഈ കമ്പാരിസൺ ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി എന്താണ്, ആകെ സെൽഫ് ഡൗട്ടിലായി പോകും. ഞാൻ ഇങ്ങോട്ടേക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്, ഞാനായിട്ടാണല്ലോ വന്നിട്ടുള്ളത്, എന്നിൽ എൻ്റെതായിട്ടുള്ള കഴിവുകളായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോട് പറയാണ് അവനെ കണ്ടുപിടിക്കുക, നീ അവല്ലേ, നീ അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, നിന്നിൽ തെറ്റുണ്ട്. ഈ ഒരു സമയത്താണ് ആക്ച്വലി സെൽഫ് ഡൗട്ട് ഒരാളിൽ വന്നു തുടങ്ങുന്നത്. സെൽഫ് ഡൗട്ട് പറഞ്ഞാൽ അപ്പം ഞാനെവിടെ, അപ്പം എൻ്റെതൊന്നും ശരിയല്ലേ. ആ ഒരു സെൽഫ് ഡൗട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂൾ പഠന കാലഘട്ടം ഒക്കെ മുന്നോട്ട് പോണത്. ആ സമയത്ത് പറയാണ് നീ എവിടെയും എത്തൂല, നീ ഒന്നും ആവൂല. പല സമയത്തും പാരൻസിൻ്റെ അടുത്ത് നിന്നാണ്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രെസ്സ്, അവർക്കുള്ളിൽ ദേഷ്യം വരുന്ന സമയത്ത്, സ്ട്രെസ്സ് വരുന്ന സമയത്താണ് അത് അറിഞ്ഞുകൊണ്ട് പറയണമെന്നൊന്നുമില്ല അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ മക്കളെ അറിയാതെ പോലും ശപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ശരിക്കും ഒരു ഡിവൈൻ ലെവലിൽ ക്രിയേറ്റർ പറയാണ് ഇത് ഇങ്ങനെ ബി ആൻഡ് ഇറ്റ് ഈസ്, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവും. അപ്പൊ അതേ പവർ കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകളാണ് ആര്, മാതാപിതാ ഗുരു എന്ന് പറയുന്നത്. ശരിക്കും ആ ഡിവൈൻ മാതാപിതാ ഗുരു ദൈവം അതിലോട്ടുള്ള ഡയറക്റ്റ് ചാനൽസ് ആണ്. അപ്പൊ അവരും ഇതുപോലെ നെഗറ്റീവായിട്ട് നീ ഒന്നും ആവില്ല, നീ എവിടെ എത്തില്ല എന്നുള്ള നെഗറ്റീവ് കമാൻഡ്സ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് അത് സ്വീകരിക്കും. ബോധമനസ്സ് ഒക്കെ മറന്നിട്ടുണ്ടാവും. കുഞ്ഞു കാലഘട്ടത്തിൽ സംഭവിച്ചതൊക്കെ ആള് മറന്നാലും ഈ കുഞ്ഞെന്നെ വലുതായി എവിടെ പോയാലും എന്ത് ചെയ്യാൻ നോക്കിയാലും ക്ലച്ച് പിടിക്കില്ല.
അപ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കാര്യങ്ങൾ അങ്ങനെ ഡീപ്പ് ഹീലിംഗ് പ്രോസസ്സിലോട്ടൊക്കെ പോണ സമയത്ത് ഇങ്ങനെ പറയും, അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്സ് ടീച്ചർ അന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ഒന്നും ഇവിടെ എത്തൂലടാ, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, പാരന്റ് ഇങ്ങനെ പറഞ്ഞു. ആക്ച്വലി ഈ ഒരു കമാൻഡ്സ് ഈ കുട്ടി അത്രയും ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട്, സബ് കോൺഷ്യസ് അത്രയും ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് നിങ്ങൾ പറയരുത്, നെഗറ്റീവ്സ് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യത്തിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി പറ്റും, നല്ല നല്ല കമൻറ്റ്സ് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇന്ന് വിജയിച്ച പല ആളുകളും അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇങ്ങനെ പറയും, എൻ്റെ പാരന്റ് അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്നിൽ വിശ്വാസമില്ലാത്ത സമയത്തും അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നിൽ ഞാനൊരു കഴിവ് കാണുന്നു, നീ ഒരുപാട് ഉയരങ്ങളിലെത്തും. ആ ഒരൊറ്റ കമാൻഡ്സിന് അത്രയും പവർ ഉണ്ട്. കാരണം ഒരു കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവർക്ക് അല്ലെ, കുട്ടികൾക്ക് അവരെ പേരറിയില്ല, അവരെക്കുറിച്ച് ഒന്നും അറിയില്ല, അവരെങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്താണോ അവരെ കുറിച്ച് പറയുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ പറയാണ് ചെറുപ്പത്തിൽ നീ ഒരു മണ്ടര, നീ ഒരു പൊട്ടൻ, ആ രീതിയിൽ നെഗറ്റീവ് ലാബിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞ് ലൈഫ് ലോങ് അവരെ കുറിച്ച് അതാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, കുറച്ചും പോസിറ്റീവ് ഒരു നല്ലൊരു മെന്റാലിറ്റി ഉള്ള, കുറച്ച് മെന്റലി ഹാപ്പി ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വേർഡ്സ് അവരിലോട്ട് ഇട്ട് കൊടുക്കൂല. പകരം നല്ല നല്ല അല്ലെ, യു ആർ ഹീറോ, അതൊക്കെ സിനിമയിൽ കാണാന്നുള്ളത് മാത്രമല്ല, നമ്മൾ പാരന്റിങ്ങിൽ പറയുന്ന സമയത്ത് അവരെ കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊടുത്തിട്ട്, നീ നല്ലൊരു അടിപൊളിയാണ്, നിന്നിലും ഒരു ഹീറോയെ ഞാൻ കാണുന്നു എന്നുള്ള രീതിയിൽ നല്ലൊരു നർച്ചറിങ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അത് അവരിൽ അങ്ങോട്ട് മുകളിലോട്ട് അവർ വളർന്നു പോകുന്നതിനനുസരിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു കുഞ്ഞിനെ അവരെക്കാളും അവരുടെ പാരൻസും ഈ മാതാപിതാ ഗുരു എന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഈ ഒരു ഗൈഡൻസ് തരുന്ന ഇത്തരത്തിലുള്ള ഈ ആളുകളിൽ നിന്നിട്ടാണ് അവർ കൂടുതൽ വിശ്വസിക്കുക. എനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഞാൻ എന്ത് ചെയ്യുക, ഏറ്റവും വിശ്വസിക്കുക. ഇപ്പോഴല്ല, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ തട്ടിക്കളയും. അതായത് എനിക്കറിയാം അതിലൊരു ഒതൻറ്റിസിറ്റി ഇല്ല, അതായത് ഞാൻ എന്താന്ന് എനിക്കറിയാം, മറ്റുള്ള ആളുകൾ ഇല്ലാത്തത് പറയുന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയും. പക്ഷെ നമ്മളെ കുഞ്ഞു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ പാരന്റ് എന്താണോ, ടീച്ചേഴ്സ് എന്താണോ, നമ്മളെ സറൗണ്ടിങ്സിലുള്ള നമ്മളെ വളർത്തുന്ന കുറച്ചുകൂടെ മുതിർന്ന ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് ഒരു കുഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലൈഫ് ലോങ്ങിലോട്ട് അവരെ ജീവിതം അങ്ങനെയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ പല ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നമ്മളെ സെൽഫിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോണ സമയത്തും നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടണം എന്നുള്ള രീതിയിൽ സെൽഫിൽ മാറ്റം ഉണ്ടാക്കാൻ പോണ സമയത്ത് എല്ലാവരും കറങ്ങി തിരിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നത് ചൈൽഡ്ഹുഡിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് അവിടെ. അപ്പോൾ പറയും, എൻ്റെ ചൈൽഡ്ഹുഡിൽ സ്നേഹം കിട്ടിയിട്ടില്ലായിരുന്നു, അറ്റൻഷൻ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളത്, എനിക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും, അന്ന് എന്നോട് നീ ചെയ്തത് തെറ്റ്, നീ ചെയ്തത് തെറ്റ് എന്ന് റിപ്പീറ്റഡ്ലി ഒരു കുട്ടി കേട്ടോണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നീ ചെയ്തത് ഫുള്ള് തെറ്റാണ്, ഇതിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിൽ ഓരോ കുഴപ്പങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു പാരന്റോ ടീച്ചേഴ്സോ സറൗണ്ടിങ്സിലുള്ളവരോ ആണ് ആ കുട്ടിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ കുട്ടി ഫ്യൂച്ചറിൽ എന്ത് തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ ഉള്ളിൽ നിന്ന് ധൈര്യം വരൂല. കാരണം എന്താ, ആ മുറിവേറ്റപ്പെട്ട നീ ചെയ്തത് തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞ ഒരു സെൽഫ് ഉള്ളിലുണ്ട്. ആ ആള് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അവിടെയും ഇതിൽ ഓക്കെ അല്ല, നീ ചെയ്തത് തെറ്റ്. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി വെച്ച് ആ ബിസിനസ് തുടങ്ങിയാൽ അതിലും പരാജയം കാണും. അപ്പൊ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് വരുന്നത് ചൈൽഡ്ഹുഡിലാണ്. നമ്മൾ ഒരുപാട് വളർന്ന് നമ്മളെ പ്രശ്നങ്ങൾ അധികരിക്കുന്ന സമയത്ത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളും പലതും ചെയ്ത് പിന്നെയും ഇത്രയും താഴോട്ടേക്ക് അടിയിലോട്ട് വന്ന് ആ ഒരു ഇന്നർ ചൈൽഡ്, വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡിനെ നമ്മൾ തന്നെ ശരിയാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാരൻ്റ് ആണെങ്കിൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ നമ്മളെ കയ്യിലുണ്ട്. ശരിക്കും പാരൻസ് എന്താണ്, ഇവിടെ മക്കളുടെ മൈൻഡ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ കുഞ്ഞു കാലഘട്ടത്തിൽ ചൈൽഡ്ഹുഡിൽ അവരോട് എങ്ങനെ പെരുമാറുന്നു, അവരോട് എന്തൊക്കെ വാക്കുകൾ പറയുന്നു, അവർക്ക് എന്തൊക്കെ ബിലീഫ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് അവരുടെ മൈൻഡ് സെറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇതേ മൈൻഡ് സെറ്റാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും മക്കളുടെ അടുത്ത് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും അല്ലെ, എന്തെല്ലാം ബിലീഫ്സ് ആണ് അങ്ങനെ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ബിലീഫ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും എന്താണ്, കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ആ ഒരു കുഞ്ഞിന് വലിയ വലിയ ഡ്രീംസ് വരൂല, വലിയ ആഗ്രഹങ്ങൾ വരൂല. എന്തുകൊണ്ടാണ് വരാത്തത്, ഇതെന്റെ കൊക്കിൽ ഒതുങ്ങൂല എന്നുള്ളത് മൈൻഡ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എനിക്ക് പറ്റിയതല്ല എന്നുള്ള രീതിയിൽ. ഇനി അതുപോലെ പല സമയത്തും പാരൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്,
എന്താണ് മക്കൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാണ് ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, അതൊക്കെ പണക്കാർക്ക്, നമ്മളൊന്നും അതിന് മാത്രം ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിക്കോട്ടെ ആ രീതിയിൽ നമ്മളൊക്കെ ഇത്രേ ഉള്ളൂ, നമ്മൾക്കൊക്കെ ഇത്രേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരുടെ അടുത്ത് കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൈൻഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാമായി മാറുന്നുണ്ട്. നമ്മൾ ഇത്രേ ഉള്ളൂ, നമുക്ക് വലുതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, നമുക്ക് ഇത്രേ നടക്കുള്ളൂ എന്നുള്ളത്. അതേ മൈൻഡ് സെറ്റാണ് ഇവരെ ലൈഫ് ലോങ്ങിലോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം വലുതായിട്ടൊന്നും ആഗ്രഹിക്കാൻ പറ്റൂല എവിടെയും, അല്ലെ? അവർ വിചാരിക്കും എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിലപ്പുറം എനിക്കൊരു കരിയറോ പ്രൊഫഷനോ ഡ്രീമോ ആഗ്രഹിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടു പോവാണ്. അൺലിമിറ്റഡ് പൊട്ടൻഷ്യലോടെയാണ് നമ്മൾ ഓരോരുത്തരോടെ ജീവിച്ചുകൊണ്ട് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ നമ്മുടെ കയ്യോ കാലോ ആരോഗ്യമോ ഇതൊന്നുമല്ല മാറ്റർ. കാരണം ഒരുപാട് എന്താ പറയുക, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്, നിക് വ്യൂജിസിസ്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അവർക്ക് അവയവങ്ങൾ വെച്ച് ആരോഗ്യം വെച്ചിട്ട് അവർ പെർഫെക്റ്റ് അല്ല. പക്ഷെ മൈൻഡ് എല്ലാവരുടെയും അൺലിമിറ്റഡ് ആണ്. ഈ അൺലിമിറ്റഡ് മൈൻഡാണ് എല്ലാവരുടെയും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളത് ലിമിറ്റഡ് ആയി പോയത്? അൺലിമിറ്റഡ് മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബിലീഫ്സ്, ഈ പറഞ്ഞ രീതിയിൽ കൊക്കിലോ മുത്തുങ്ങുന്നതേ കൊത്താവൂ, നീ അത്ര പോരാ, നീ ചെയ്യുന്നത് ഫുള്ള് തെറ്റാണ് എന്നുള്ള രീതിയിൽ റിപ്പീറ്റേറ്റീവ്ലി കമാൻഡ്സ് കാര്യങ്ങൾ കിട്ടി അത് ലിമിറ്റ് ചെയ്ത് പോവാണ്. പിന്നെ വീണ്ടും ആ ഒരു അൺലിമിറ്റഡ് എന്നുള്ള ആ ഒരു സംഭവത്തിലോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ചൈൽഡിന് അത്രയും ഡീപ്പർ പ്രോസസ്സിലൂടെ ഹീലിങ്ങിലോട്ട് പോവേണ്ടി വരും. അപ്പൊ നമ്മൾ പറയും രോഗം വരുന്നതിനേക്കാളും നല്ലത് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ല രോഗം വരാതെ സൂക്ഷിക്കണം. അതേ സംഭവം തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ എൻ്റെ കുട്ടിയെ ഞാൻ വളർത്തണല്ലോ എന്ന് വെച്ചിട്ട് വളർത്താൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുമ്പോഴാണ് സംഭവം ആകെ കയ്യിൽ നിന്ന് പോവുക. ഓക്കെ, ഒരു ഗാർഡനെ നമ്മളെ കയ്യിലൊരു തോട്ടം പരിപാലിക്കാൻ ഏൽപ്പിച്ച് തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെള്ളവും വളവും വെളിച്ചവും കൊടുത്ത് അതിനെ പരിപാലിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് അവിടെ ഉള്ളത്. അതെന്ത് ചെയ്യും? ചെടി വളർന്നോളും. ചെടിയെ നമ്മൾ വളർത്തേണ്ട ആവശ്യമുണ്ടോ? അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ നമുക്ക്, അത് വളർന്നോളും. കാരണം എന്താ? ആ ചെടിക്ക് ഇവിടെ വളരാനുള്ള ഒരു ഗൈഡൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെടിക്ക് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന്, അതിൻ്റെ ക്രിയേറ്ററിൽ നിന്ന് ആ ഒരു ചെടി അത് എപ്പോഴാണോ ആ വിത്ത് മുളച്ചത് മുതൽ അതിൻ്റെ അവസാനം വരെ അത് വളരാനുള്ള ഗൈഡൻസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് വളരാനുള്ള കാര്യങ്ങൾ സെറ്റാക്കി കൊടുത്ത് പരിപാലിക്കേണ്ട ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതാണ്, നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തല്ല, അവരുടെ ചിന്തകൾ വേറെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ വേറെയാണ്, അവർക്കിവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ വേറെയാണ്, അവരുടെ ഉള്ളിലെ യുണീക്ക് പർപ്പസ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മളുടെ കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളുടെ മക്കൾ നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ നിങ്ങളുടേതല്ല. അവർ വന്നു, അവരെ നമ്മൾ പരിപാലിക്കേണ്ട ആളുകളാണ്. ആ ഒരു ഡിവൈൻ റിഫ്ലക്ഷനായി നിന്ന് കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളുകളാണ്. അപ്പോൾ എന്താണ്, പല പാരൻസും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഡോക്ടറാകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇനി ഡോക്ടർ ആവണം, എനിക്ക് ഈ ആഗ്രഹം എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത് ചെയ്യാനുള്ള ആളുകളാണോ അവര്? നമ്മളെ ആഗ്രഹങ്ങൾ അവരിലൂടെയാണോ നമ്മൾ തീർക്കേണ്ടത്? ഒരിക്കലും അല്ല. അവര് വേറെ ഇൻഡിവിജ്വൽ ആണ്. നമ്മുടെ ചിന്തകൾ തന്നെ ആവണമെന്നില്ല. ഇപ്പം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2025 വേറെ ജനറേഷനാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. പാരൻസിന് പലപ്പോഴും ഉള്ള ടെൻഷൻ എന്താണ്, എൻ്റെ പാരൻറ്റിങ്ങിനെ കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിയാലോ, അപ്പം ഞാനിങ്ങനെ പിടിച്ചു വെക്കണം, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിയാലോ, അതായത് ഫ്യൂച്ചറിൽ ഈ കുട്ടി വഴി തെറ്റിയാലോ എന്ന് വെച്ചിട്ട് ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കും. അവിടെ പോകരുത് ഇവിടെ പോകരുത്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ വഴി തെറ്റരുത് എന്ന ഉദ്ദേശത്തോടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ പോലും ആ പിടുത്തം ഒന്ന് കൂടിപ്പോയാൽ അതെന്ത് ചെയ്യും, മൈൻഡിൽ സ്കാർസ് രൂപപ്പെടും. സ്കാർസ് രൂപപ്പെടുക എന്ന് കഴിഞ്ഞാൽ ചൈൽഡിൽ ഒരുപാട് മുറിവുകൾ രൂപപ്പെടും. പിന്നീട് അങ്ങോട്ട് ആ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വളരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അല്ലെ? കാലിന് മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഓടിയാലും എത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുപോലെ തന്നെയാണ് അപ്പം അവിടെ പോകരുത് ഇവിടെ പോകരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, കംപ്ലീറ്റ്ലി ലിമിറ്റ് ചെയ്ത് നീ ഒന്നുമല്ല, ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി, നിനക്ക് നിൻ്റെതായിട്ട് കഴിവൊന്നുമില്ല, നീ ഒരു തീരുമാനം എടുക്കരുത്, എല്ലാം തെറ്റിപ്പോകും എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി വഴി തെറ്റരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ആണെങ്കിൽ പോലും പിടിച്ചു വെച്ച് ആ പിടുത്തം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, സ്കാർസ്, മൈൻഡിൽ മുറിവുകൾ രൂപപ്പെടും. ശരിക്കും പറഞ്ഞാൽ പാരന്റിങ് ആണ് ഒരു ബ്യൂട്ടിഫുൾ ആർട്ട്.
ആ ഒരു കുഞ്ഞിനെ ചെറുപ്പത്തിൽ കൊടുക്കേണ്ട സ്നേഹവും കരുതലും പ്രൊട്ടക്ഷനും അതുപോലെ നല്ല അപ്രീസിയേഷനും. നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സ് നിങ്ങൾ മക്കളെ മേലിൽ പറഞ്ഞാൽ അത് അവരിൽ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. നീ ഒന്നുമല്ല, നീ ഒന്നുമല്ല പറഞ്ഞ് നീ ഒന്നും അല്ലാതായിട്ട് മാറും. ആ രീതിയിലോട്ടായിട്ട് മാറും. അതേ കാര്യത്തിന് നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അപ്രീസിയേഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കാം. ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരാളെ അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത്. അത് അവരെന്ത് ചെയ്യും, വളർത്തും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മളെ മെന്റൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് തോന്നിയ പോലെ അവർ ട്രീറ്റ് ചെയ്യും. ഒരുപാട് കമ്പാരിസൺ തോട്ട്സ്. ഒന്ന് പരീക്ഷയ്ക്ക് പേപ്പർ കൊണ്ടുവന്ന് നമ്മൾ പറയും അവരെ വീട്ടിലെ കുട്ടീനെ പഠിക്കുക, ഇവരെ വീട്ടിലെ കുട്ടീനെ കണ്ടുപഠിക്ക്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല രീതിയിൽ കമ്പയർ കാര്യങ്ങൾ. പക്ഷെ ഈ ബർത്ത്ഡേ കാര്യങ്ങൾ വർഷത്തിലൊരിക്കലും അവരുടെ ബർത്ത്ഡേ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അന്ന് കുറച്ചൊരു നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. അത് ശരിക്കും ഏതുപോലെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ഒക്കേഷനിൽ നമ്മൾ കാണിക്കുന്ന അപ്രീസിയേഷൻ, അന്ന് കാണിക്കുന്ന ഗിഫ്റ്റ്, അന്ന് കൊടുക്കുന്ന സ്നേഹം ഒക്കെ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ജൂൺ 5-ന് ഞാനൊരു മരം നട്ടിട്ട് എല്ലാ ജൂൺ 5-നും മാത്രം വെള്ളം നനയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ ആ ചെടി വാടി പോകണമെന്നൊന്നുമില്ല. കാരണം എന്താ, ഇവിടെ മഴ എന്താ പറയുക, കുറച്ച് നല്ല നനവുള്ള ഒരു മണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ മഴ അതുപോലെ തന്നെ വെളിച്ചവും ഒക്കെ കിട്ടിയിട്ട് അതവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവും, വളർച്ച ഉണ്ടാവില്ല, മുരടിച്ചു പോയിട്ടുണ്ടാവും. അല്ലെ? വളർച്ച ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട്, വളർച്ചയില്ലാതെ മുരടിച്ചു പോയിട്ടുള്ള ചെടികളുണ്ട്. ശരിക്ക് വെളിച്ചം കിട്ടാത്തൊരു സ്ഥലത്ത്, ശരിക്ക് വളം കിട്ടാത്ത, ശരിക്ക് വെള്ളം കിട്ടാത്ത ചെടിയാണെങ്കിൽ അതെന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഇങ്ങനെ എന്നും ഒരുപോലെ നിൽക്കുന്നുണ്ടാവും. ഇതുപോലെയാണ് സ്പെസിഫിക് ഒക്കേഷൻസിൽ നമ്മൾ പോയിട്ട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം. മാർക്ക് കിട്ടുമ്പോൾ മാത്രം, ബർത്ത്ഡേ വരുമ്പോൾ മാത്രം, അവർ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നാൽ മാത്രം നമ്മൾ കുറച്ചുകൂടെ സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വാക്ക് പറയുക, കുറച്ച് നല്ല ഗിഫ്റ്റ് കൊടുക്കുക. അത് സ്പെസിഫിക് ഒക്കേഷനിൽ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല. ആ ചെടിയെ, ഞാനിപ്പോൾ പറഞ്ഞ ചെടിയെ എക്സാമ്പിൾ പോലെ നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ലൊരു പാരന്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഒരറിവ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്താ വേണ്ടത്? ആദ്യം നിങ്ങൾക്ക് നല്ലൊരു രക്ഷിതാവണം. കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മക്കളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം പറഞ്ഞല്ലോ. അവർക്ക് നമ്മൾ നല്ല വാക്കുകൾ പറയാം. അതായത് അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർക്ക് പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു വർഷം അല്ലെങ്കിൽ ഒരു മാസം നീ അന്നങ്ങനെ ചെയ്തില്ലേ അന്നങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ശരിക്കും ഒരു മുറിവുള്ള ഭാഗത്ത് വീണ്ടും വീണ്ടും കത്തി കൊണ്ട് കുത്തിയാൽ എന്താ ഉണ്ടാവുക? ആക്ച്വലി അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വീണ്ടും എന്തെങ്കിലും പുതിയൊരു ഡിസിഷനോ ആക്ഷനോ എടുക്കാൻ തോന്നൂല. കാരണം എന്താ, ചെയ്തു പോയതിന് തന്നെ ഇപ്പോഴും കേട്ടോണ്ടിരിക്കണേ. ഇനി ഇതിൽ എന്തേ തെറ്റ് പറ്റി കഴിഞ്ഞാലെന്ന് വെച്ചിട്ട് കംഫർട്ട് സോണിൽ ഇരിക്കും. പുതിയ റിസ്ക് എടുക്കൂല, ആക്ഷൻ എടുക്കൂല, ഒന്നും ചെയ്യൂല. അപ്പം നമ്മൾ അവർക്ക് അങ്ങനെയൊക്കെ ആവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്താ അറിയില്ല, അങ്ങനെ ചെയ്തു പോവാണെന്നാ പല പേരൻസും പറയാം. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരും, എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകും, ഞാൻ കുറേ അടിക്കും, കുറേ ചീത്ത പറയും. പിന്നെ എനിക്ക് തന്നെ മനസ്സിലാവും, ശരിയാണല്ലോ, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ അവരുടെ മൈൻഡിനെ ഡിസൈൻ ചെയ്യണത്, അവരുടെ ഫ്യൂച്ചർ അങ്ങനായിട്ട് മാറണതും ഒക്കെ. അവരുടെ ഫ്യൂച്ചർ അത്ര നെഗറ്റീവായി മാറുന്നതിന് എൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നുള്ള റിയലൈസേഷൻ വരുമ്പോൾ പല പാരൻസും ഇരുന്ന് ഭയങ്കര കുറ്റബോധം. ഇതിനെക്കൊണ്ട് കുറ്റബോധം കൊണ്ട് കാര്യമില്ല. കാരണം കുറ്റബോധം ഒരു മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റിഗ്രറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് ദിവസവും ഇങ്ങനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഫസ്റ്റ് ലെവൽ അവയർനെസ് കിട്ടുക, ഇങ്ങനെ ഏറ്റവും നല്ലൊരു പാരന്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാരന്റാണ്. ഷഹല എന്ന് പറഞ്ഞ പേഴ്സൺ, ഞാൻ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കാം. അതായത് സെൽഫ് ക്രിറ്റിസിസം. ഞാൻ എന്നെ എപ്പോഴും ശരി, നീ അത് ചെയ്തേ ശരിയായില്ല, ഇത് ചെയ്തേ ശരിയായില്ല. വേറൊരു കാര്യം, ഒരു പേഴ്സൺ ഒരു സെൽഫ് ക്രിറ്റിസിസം ഉള്ള സ്വഭാവം ആയി മാറണമെന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഒരു കുട്ടിയും സ്വയം കുറ്റപ്പെടുത്തുന്ന കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. പകരം എന്നെ ആരൊക്കെയോ ഒരുപാട് കുറ്റപ്പെടുത്തി പല അങ്ങനത്തെ സാഹചര്യങ്ങളുടെ വന്ന് ഞാനും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ നല്ലോണം സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളെ സെൽഫായിട്ട് നിങ്ങളെ വല്ലാതെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് കഴിയോ എന്നിങ്ങനെ ഡൗട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം മറ്റാരൊക്കെയോ നിങ്ങൾ ഒരുപാട് സെൽഫായിട്ട് നിങ്ങളെ ഡൗട്ട് ചെയ്യപ്പെട്ടു, നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. അതേ കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവമാക്കി മാറ്റി ഇപ്പോൾ നിങ്ങളോടും ചെയ്യുന്നു. ഇനി ഇതന്നെയല്ലേ നമ്മൾ മക്കളോട് ഇങ്ങനെ അവരെ ഒരുപാട് കാര്യങ്ങൾ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരതേ കാര്യം അവരോടും ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം ഞാൻ എന്നോട് ക്രൂരമായിട്ട് പെരുമാറാൻ തുടങ്ങിയത് പോലും മറ്റുള്ളവർ എന്നോട് അങ്ങനെ ചെയ്തിട്ടാണ്. അപ്പം ഇനി മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നിങ്ങളോടൊന്ന് കൈൻഡ്നെസ് ആയിട്ട് പെരുമാറുക.
നമ്മളോട് ഒരു കുഞ്ഞിനെ പോലെ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങളുള്ളിൽ ആ ഒരു ചൈൽഡിനെ ജസ്റ്റ് ഫീൽ ചെയ്യുക. അതിപ്പോഴും അവിടെ ഉണ്ട്. ആ ഒരു കുഞ്ഞിനെ ഫീൽ ചെയ്തിട്ട് അതിനോട് കുറച്ചും കൂടെ കൈൻഡായിട്ട് നമ്മളൊരു മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, കുറവുകൾ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഒരു ചെറിയ കുട്ടീനെ നിങ്ങൾ കണ്ടു. അപ്പോൾ ആ കുട്ടിയിൽ എന്തെങ്കിലും ചിത്രം വരച്ചപ്പോൾ എഴുതിയപ്പോൾ എന്തോ ഒരു തെറ്റ് പറ്റി. നമ്മൾ അതിനപ്പം തന്നെ പോയിട്ട് കുറ്റപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രൂരത. പകരം നമ്മൾ ഇറ്റ്സ് ഓക്കെ, സാരല്ലേ മോനെ, അടിപൊളിയായിട്ടുണ്ടോ ഈ ചെറിയൊരു പ്രശ്നം അല്ലേ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കൈൻഡായിട്ട് നമ്മൾ ആ കുഞ്ഞിനോട് പെരുമാറാന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ. അതേ കാര്യം തന്നെ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിലും ആസ് എ പാരന്റ് എന്നുള്ള നിലയിലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്ന സമയത്ത് അതിനെങ്ങനെ കുറ്റപ്പെടുത്താതെ ഇറ്റ്സ് ഓക്കെ, സാരില്ല, അറിയാതെ പറ്റിയതല്ലേ, ഇനി അറിഞ്ഞു പറ്റിയാലും കുഴപ്പമില്ല. ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്ന ടോണ് മാത്രമുണ്ട്, എന്തുണ്ട്, മാറ്റമുണ്ട്. വലിയ ആളോട് പറയുന്ന പോലെയല്ല ഒരു കുഞ്ഞിനോട് സംസാരിക്കാം. ഒരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും എന്ത് സാരല്ലേ മോനെ, കുഴപ്പമില്ല കേട്ടോ, അറിയാതെ പറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കമ്പാഷനിലോടെ ഭയങ്കര ലവ് ഫീലോടെയാണ് നമ്മൾ സംസാരിക്കുക. അതേ സെയിം കാര്യം നിങ്ങൾക്ക് നിങ്ങളോടും ചെയ്യാൻ പറ്റണം. ഒരു ഇൻഡിവിജ്വൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ നിൽക്കാനുള്ള ആൾ ഞാനാണ്, അല്ലെ നിങ്ങളെ കൂടെ നിൽക്കാനുള്ള ആൾ നിങ്ങളാണ്. ആ വ്യക്തിനെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കിനും ഇങ്ങനെ സെൽഫായിട്ട് കുറ്റപ്പെടുത്തി, നീ എന്തിനാ അന്ന് അങ്ങനെ ചെയ്ത്, നീ എന്തിനാ അന്ന് ആ ഡിസിഷൻ എടുത്തത്, നീ എന്തിനാ അന്ന് ആ കോഴ്സിന് പോയത്, അങ്ങനെ നമ്മൾ പാസ്റ്റിൽ ചെയ്തു പോയിട്ടുള്ള എന്തൊക്കെയോ ഡിസിഷൻ എടുത്തതിനും നമ്മളെ ആക്ഷൻസിനും ഒക്കെ അത് ഇപ്പോഴും നമ്മൾ സെൽഫായിട്ട് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പോൾ ഒന്ന് ആലോചിക്കേ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ ഞാൻ 24 മണിക്കൂർ കുറ്റപ്പെടുത്തുന്നു, ആള് 2 ദിവസം കഴിഞ്ഞാൽ പോയിട്ടുണ്ടാവും, എൻ്റെ കൂടെ നിൽക്കൊന്നുമില്ല. കാരണം ആർക്കും അത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ശരിക്ക്, അല്ലെ. നമ്മളെ സെൽഫിനെ നമ്മളിൽ നിന്ന് വിട്ടു പോവാൻ പറ്റൂല. അതുകൊണ്ടാണ് ആള് ട്രാപ്പഡ് ആണ്, അല്ലെ, ഒരുമിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്രൂരത വേറില്ല. നിങ്ങളോട് ആദ്യം ദയുള്ളവരായിരിക്കുക. എന്തെങ്കിലും സെൽഫായിട്ട് മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞിനോട്, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഒരു കുഞ്ഞിനോട് എന്ന പോലെ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് എന്തെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തും. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡാണ്. നമ്മുടെ സറൗണ്ടിങ്സ് ഒന്നും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതേ സാധനം ഞാൻ എന്നിലും എടുത്തു. അപ്പം എന്ത് ചെയ്തു, ഞാൻ എന്നും ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത എന്നുള്ള ഒരു വ്യക്തിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ശല കുഴപ്പമില്ല, സാരല്ല, അറിയാതെ പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുഞ്ഞിനോടെന്ന പോലെ കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നിങ്ങളെ മിസ്റ്റേക്ക്, നിങ്ങൾക്ക് സ്വയം പറ്റുന്ന മിസ്റ്റേക്കുകൾക്കോ നിങ്ങളെ ഓരോ കാര്യങ്ങൾക്ക് സ്വയത്തിനോട് മാപ്പ് കൊടുക്കുന്ന രീതിയിൽ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉഷാറാം. എന്തുകൊണ്ട്? നമുക്കറിയാം അത് നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മൈൻഡിൻ്റെ ഡയമെൻഷൻസും സ്പിരിച്വൽ ഡയമെൻഷൻസും എല്ലാം അറിഞ്ഞ് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കംപ്ലീറ്റ് അല്ല. എനിക്ക് ആദ്യം ഫോർഗീവ്നെസ് കൊടുക്കണം. ഞാൻ എന്നെ സ്റ്റിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പുറത്തു കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്താണ്, എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫിൽ നിന്നിട്ടാണ്, നമ്മളിൽ നിന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിപ്പോയ എല്ലാ കാര്യങ്ങൾക്കും സെൽഫിനോട് ഫോർഗീവ്നെസ് ചെയ്തു കൊടുക്കുക. ആ ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മക്കളെ കുറ്റപ്പെടുത്തൂല. എന്താണ്, നമ്മൾ അവരോട് നമ്മളെ കുഞ്ഞിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതേ രീതിയാണ് നമ്മളെ മക്കളോട് പെരുമാറാം. ആ സാരല്ല കേട്ടോ മോനെ, കുഴപ്പമില്ല, ഒരു മാർക്കല്ലേ കുറഞ്ഞിട്ടുള്ളൂ, അടുത്ത പരീക്ഷയ്ക്ക് ശരിയാക്കാം കേട്ടോ, ഇതല്ലേ പറ്റിയിട്ടുള്ളൂ, കുഴപ്പമില്ല. ശരിക്കും ഒന്ന് ആലോചിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങളെ വീട്ടിൽ ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ മക്കൾക്ക് എത്ര മെന്റൽ ഹെൽത്തിൽ എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും, നമ്മളുമായിട്ടുള്ള ആ ഒരു അടുപ്പം എത്ര ഉണ്ടാവും. ഇതുപോലെ സെൽഫ് ഫോർഗീവ്നെസ് പോലെ തന്നെ ഒരു സംഭവമാണ് സെൽഫ് അപ്രീസിയേഷൻ. നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഓടിപ്പോയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അടിപൊളിയായിട്ടോ, നീ ആ ഫുഡ് ഉണ്ടാക്കിയില്ല, നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ സെൽഫായിട്ട് നമ്മൾ ദിവസവും എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്നലത്തെ ഒരു ഡേ എടുത്ത് നോക്ക്, നിങ്ങൾ മക്കളെ നോക്കിയിട്ടുണ്ട്, ഹസ്ബൻഡിനെ നോക്കിയിട്ട്, നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ, ജോബ്, ഒരുപാട് ആളുകളെ നിങ്ങളടുത്തേക്ക് വരുന്ന, നിങ്ങളെ സർവീസ് സ്വീകരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു ചെറിയ ആളല്ല. വി ആർ ദ ഗ്രാൻഡ് ക്രിയേഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ. നമ്മൾ അത്ര യുണീക്കാണ്, അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ആളാണ് നമ്മൾ. ഗ്രാൻഡ് ക്രിയേഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ. നമ്മളാണ് നമ്മളെ സെൽഫായിട്ട് വില കുറച്ച് കാണുന്നത്. എന്തുകൊണ്ടാണ് ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾ സെൽഫിനെ വാല്യൂ കുറച്ച് കാണുന്നത്?
ആ ഒരു കുഞ്ഞ് വന്ന സമയത്ത് അതിന് സ്വയത്തിന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഞാനൊന്നും എല്ലാം പറഞ്ഞ് നടന്നിട്ടില്ല, ആരൊക്കെയോ അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ വലുതായപ്പം അതും അതിനെ സ്വയം വാല്യൂ കുറച്ച് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മക്കളെടുത്ത് അവരെ വാല്യൂ കുറക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. നീ എന്തായാലും ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ തമാശക്ക് പറയുകയാണെങ്കിൽ പോലും ആ ഒരാൾ വലുതായിട്ട് ഒരു മൂല്യമില്ലാത്ത രീതിയിൽ ഒരു വേസ്റ്റ് പോലെ അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ നമ്മളെ ഈ രീതിയിലൊക്കെ കാണാനുള്ള കാരണം നമ്മുടെ ചൈൽഡ്ഹുഡാണ്. ഇനി ഇതേ സംഭവം മക്കളിലോട്ടും പകർന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ പോയി അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ നല്ല കാര്യമാണ്. അപ്പം ആദ്യം ഇതും സെൽഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഇന്നത്തെ ഡേ ഈ ക്ലാസ് കേട്ട് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നൈറ്റ് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളെടുത്ത് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം, ശകല ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇന്ന് നീ ഇത് ചെയ്തല്ലോ അടിപൊളി എന്നുള്ള രീതിയിൽ സെൽഫിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ചാലേ മക്കൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും എനിക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ വെറും അവയർനെസ് ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് മാറും. ആ ക്യാരക്ടർ ഞാൻ എൻ്റെ ഉള്ളിലെ കുഞ്ഞിനോട് ആദ്യം കൊടുക്കണം, അല്ലേ? അതുപോലെ തന്നെയാണ് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ സെൽഫായിട്ട് പാരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇതാണ് സെൽഫ് പാരൻറ്റിങ്. എൻ്റെ ഉള്ളിലെ കുഞ്ഞ്, എൻ്റെ ഉള്ളിലെ ചൈൽഡിനോട് കൈൻഡായിട്ട് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് അത് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് അതിനങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മക്കളോട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെയാണ് സെൽഫ് വാലിഡേഷൻ. പല ആളുകൾക്കും ഒരു തീരുമാനം എടുക്കാൻ ധൈര്യമില്ല. കാരണം എന്താ? തെറ്റിപ്പോവോ. ഇതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണ്. നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്പ് ആവും. എന്താ പറയുക, സെൽഫ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോകുമ്പം എന്താണ് എനിക്കൊരു പേടി, ഇത് തെറ്റിപ്പോവോ, നടക്കുവോ ഇല്ലേ. ആ സമയത്ത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നേ പറ്റുള്ളൂ. നമ്മൾ ഓൾവേസ് മറ്റുള്ളവരെ പോയിട്ട് എന്താണ് ഇതിന് തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ്. ഞാൻ ഒരു ഡൗട്ടിലാണ്, മറ്റുള്ളൊരു 10 ആൾക്കാരോട് പോയിട്ട് അഭിപ്രായം ചോദിച്ചാൽ 10 ഡൗട്ടുമായിട്ടാണ് തിരിച്ചു വരാം. അപ്പം നമ്മളുള്ളിൽ തന്നെയാണ് എല്ലാ ആൻസേഴ്സും ഈ ലോകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സെൽഫ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ശേല നിനക്ക് ഇപ്പോൾ ഇതാണ് തീരുമാനം, നീ ചെയ്തോ, തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയാലും ശരിയായാലും കുഴപ്പമില്ല, ഞാനുണ്ടാവും കൂടെ. ആ ഒരു സെൽഫ് വാലിഡ് ഇതേ സാധനം നമ്മൾ പാരൻസോ നമ്മളെ ടീച്ചേഴ്സോ ആരെങ്കിലും നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ ധൈര്യപ്പെടൂലേ. അവർ പറയാണ് കുഴപ്പമില്ല നീ ചെയ്തോ, ഞാനുണ്ട് കൂടെ, തെറ്റിയാലും കുഴപ്പമില്ല ശരിയായാലും കുഴപ്പമില്ല, ഞാനുണ്ട് കൂടെ, നമുക്ക് ശരിയാക്കാം, നമുക്ക് ഉഷാറാക്കാം എന്ന് പറയാൻ ധൈര്യം തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. അത് ഇനി നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണിത്, സെൽഫ് വാലിഡേഷൻ. ഈവൺ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് പോലും കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, ഇപ്പൊ നിനക്കിത് ഇഷ്ടപ്പെട്ടോ, എടുത്തോ, ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, ഇനി ഓക്കെ അല്ലെങ്കിലും എന്താ കുഴപ്പമില്ല, നമുക്ക് ഇനി വേറെ എടുക്കാലോ എന്നുള്ള രീതിയിൽ ചെറിയ കാര്യത്തിന് പോലും ഈ ഡിസിഷൻ ശരിയായാലും കുഴപ്പമില്ല, ഒരു കുഞ്ഞിനോട് എന്ന പോലെ ഞാനുണ്ട് കൂടെ എന്നുള്ളൊരു വാലിഡേഷൻ ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതേ സംഭവം നമ്മൾ മക്കൾ കൊടുക്കും. അവരെന്ത് കാര്യം, അവരുടെ ആക്ഷൻസോ റിസ്കോ അവരുടെ ഫ്യൂച്ചർ ലൈഫിലൊക്കെ എടുക്കാൻ വേണ്ടി പോവാണെങ്കിലും ഞാനുണ്ട് കൂടെ എന്നുള്ളൊരു സ്ട്രോങ് പില്ലറായിട്ട് നമ്മൾ ബാക്കിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ടേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. മക്കൾ മുന്നോട്ട് കുതിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പില്ലറായിട്ട് നമ്മൾ ഉണ്ടാവണം. അല്ലാതെ എല്ലാം ഞാൻ ചെയ്തരും എന്നുള്ള രീതിയിൽ കൂടെ നടക്കരുത്. അങ്ങനെയാണ് സമയത്ത് അവർ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് മാറും. അവർക്ക് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും വേണം. ബാക്കിൽ നമ്മളൊരു വാലിഡേഷൻ രീതിയിലാണെങ്കിലും ഒരു സ്ട്രോങ് പില്ലറായിട്ട് നമ്മൾ നിൽക്കും വേണം. അപ്പം നമ്മളെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നല്ലൊരു പാരന്റ് ആവാം. ആദ്യം നമ്മുടെ ഉള്ളിലെ ചൈൽഡ് സ്റ്റിൽ അവിടെ ഉണ്ട്, അതിപ്പോഴും ലവ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്നേഹം അന്വേഷിക്കുന്ന, മറ്റുള്ളവരിൽ നിന്നുള്ള റെക്കഗ്നീഷനും അറ്റൻഷനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ ഒരു കുഞ്ഞിനോട് എന്ന പോലെ ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി, നമുക്ക് നമ്മളോട് കൈൻഡ് ആവാൻ വേണ്ടി പറ്റും. നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തൂല, സാരല്ലേ, ഇറ്റ്സ് ഓക്കെ, അറിയാതെ പറ്റിയതല്ലേ. അതേ രീതിയിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്വന്തമായിട്ട് ബൗണ്ടറി ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുക, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നോ പറയണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നോ പറയാൻ വേണ്ടി പറ്റൂല. ഉള്ളിൽ നോ പറയണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഇഷ്ടമില്ല പക്ഷെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ചെയ്യും, എന്നിട്ട് സ്വയം ബുദ്ധിമുട്ടും. അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം ഇനി നിങ്ങളുള്ള ആ കുഞ്ഞിനെ ഫീൽ ചെയ്യുക, ആ കുഞ്ഞിനെ ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറ്റും. ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും നിങ്ങൾ ചെയ്യൂലല്ലോ.
ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ സെൽഫിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അവരോട് അടിച്ചേൽപ്പിക്കൂല. നമ്മളെ ഉള്ളിൽ ആ ചൈൽഡിനെ ഇത്രയും ഹാർഡായിട്ട് ഹാഷായിട്ട് പെരുമാറുന്ന സമയത്താണ് നമ്മുടെ മക്കളോട് അങ്ങനെ പെരുമാറുക. എക്സാക്ട്ലി നമ്മളെ ചൈൽഡ്ഹുഡിൽ നമ്മളെ പാരൻസ് എങ്ങനെ നമ്മളോട് പെരുമാറിയോ, നമുക്ക് എന്തൊക്കെ കിട്ടിയോ എന്തൊക്കെ കിട്ടാതിരുന്നോ, ഇതൊക്കെയാണ് നമ്മുടെ മക്കളിലോട്ട് പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ചൈൽഡ്ഹുഡിൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി, അവരെ സ്നേഹം തന്നില്ല, അപ്രീസിയേഷൻ തന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ വളർന്നു, ഇനി അത് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അന്നത്തെ സ്നേഹം കിട്ടാത്ത കുട്ടിയെ നിങ്ങൾക്ക് ഇപ്പോഴും നർച്ചർ ചെയ്ത് സെൽഫായിട്ട് ലവ് ചെയ്യാൻ വേണ്ടി പറ്റും, സെൽഫായിട്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അന്ന് ആരും പുറത്ത് തന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പുറത്തു കൊടുക്കാം. അന്ന് ആരും വാലിഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാം. ആ കുഞ്ഞ് സ്റ്റിൽ അലൈവാണ്, സ്നേഹം അന്വേഷിക്കുന്നുണ്ട്, റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫോഗിനെസ് അർഹിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് സെൽഫിനെ, നിങ്ങൾ എന്നുള്ള കുഞ്ഞിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൈൻഡ്നെസ്സോടെ നല്ല രീതിയിൽ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഹോണർ ചെയ്യുക. ഫീലിങ്ങിനെ ഹോണർ ചെയ്തിട്ട് സാരമില്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ സെൽഫിനെ എല്ലാ രീതിയിലും ഒരു കുഞ്ഞിനോടെന്ന പോലെ ട്രീറ്റ് ചെയ്തിട്ട് ടോക്ക് ലൈക്ക് എ ബേബി, ഒരു ബേബിയോടെന്ന പോലെ, എന്താ പറ്റിയത്, ഞാനുണ്ടല്ലോ കൂടെ എന്നുള്ള രീതിയിലൊക്കെ കൈൻഡായിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ പാരൻറ്റിങ്ങും അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. പാരൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എന്തൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് നാച്ചുറൽ ആർട്ടാണിത്. അത് ഈ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സെൽഫുമായിട്ട് നല്ല കണക്ഷനുള്ള പാരൻസിന് മക്കളുമായിട്ട് നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതവിടെ നാച്ചുറലി നടന്നു പോയിക്കോളും. എക്സ്ട്രാ നമ്മൾ എന്തോ ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇന്ന് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മളെ ടൈം ആയിട്ടുണ്ടല്ലേ ഏകദേശം. ഹലോ, യെസ് മാം. ഓക്കെ, ടൈം ആയിട്ടുണ്ടല്ലേ? ഓക്കെ, അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. എനിക്കിപ്പോഴും വീണ്ടും പറയാം, നിങ്ങളെ ഉള്ളിലെ ചൈൽഡിന് ഒരുപാട് സ്നേഹം അന്വേഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. സെൽഫായിട്ട് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. അത് കൊടുക്കാത്തതുകൊണ്ടാണ് പാർട്ട്ണർ സ്നേഹിക്കുന്നില്ല, മക്കൾ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അവർ തരട്ടെ എന്ന് പറയുന്നപ്പോൾ സെൽഫായിട്ട് കൊടുത്തു തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, അവരൊക്കെ സ്നേഹിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ശാല മാം, താങ്ക് യു സോ മച്ച്. പാരന്റിങ്ങിനെ കുറിച്ചിട്ട് നല്ലൊരു സെഷൻ തന്നെ മാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഇല്ലേ? ഫീഡ്ബാക്ക് പറയാനൊന്നും ഇല്ലേ ആർക്കും? ഫീഡ്ബാക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഷെഹല, എന്താ രസം ക്ലാസ്. നമുക്ക് എത്ര കേട്ടാലും എന്താണ് മതിവരാത്തൊരു സിന്ധു മാം, ഹലോ സിന്ധു മാം. നല്ലൊരു ക്ലാസ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ് അംഗൻവാടി ടീച്ചർ ആണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മളടുത്തേക്ക് വിടുന്ന സമയത്ത് അവര് പറഞ്ഞയക്കുമ്പോ നമ്മൾ അവരെന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സത്യമാണ്, കുട്ടികൾ എന്ത് ചെയ്യുമ്പോൾ അരുത് 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 നെഗറ്റീവ് വേർഡ് പറഞ്ഞ് കുട്ടികളിലേക്ക് അത് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാം നമ്മള്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റാത്ത എല്ലാ കഴിവുകളെയും കുട്ടികളിലേക്ക് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവരെ ദൈവം സൃഷ്ടിച്ചു വിട്ടണമെങ്കിൽ അവരുടെ ഓരോ കഴിവുകളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരിൽ തന്നെ ഉണ്ടാവും. അതിനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് വളർത്തി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കാന്ന് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു മോളെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ക്ലാസ്സാണ് പാരന്റിങ്. എപ്പോഴും ഭയങ്കര ഇഷ്ടമാണത്. ഓക്കെ, താങ്ക് യു മോളെ, താങ്ക് യു. താങ്ക് യു സോ താങ്ക് യു. മച്ച്. നൗഫൽ സർ. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആട്ടോ. വളരെ നല്ല ക്ലാസ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ ക്ലാസ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു വരുന്ന കാര്യങ്ങൾ, ന്യൂസിലൊക്കെ കണ്ടുവന്നിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മാതാപിതാക്കളെ പിന്നെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ക്ലാസ്സാണ്. ഇതെല്ലാവരും മാഡം പറഞ്ഞതുപോലെ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടാനുള്ള ക്ലാസ് അല്ല, അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാഡം എത്ര പോയിന്റുകൾ പറഞ്ഞു എന്ന്. കാരണം ഒരു പോയിന്റ് തന്നെ ശരിക്ക് ഒരു ദിവസം പറയാനുള്ളതുണ്ട്.
അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് മാഡം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞത്. പിന്നെ കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യുക, നമ്മൾ സ്വയം പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക, അതേപോലെ കുറേ കാര്യം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്നെസ്, സെൽഫ് വാലിഡേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക. അതേപോലെ പിന്നെ മാഡം പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു റോൾ മോഡൽ ആക്കുക. അവനെ പോലെ ആവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആവുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് നമ്മൾ റോൾ മോഡൽ ആവുക. എന്നെ പോലെ ആവണം ഇനി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതേപോലെ പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മാഡം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഭിത്തിയിലൊക്കെ ചിലപ്പോൾ ചിത്രം വരക്കും, ചെറിയ കുട്ടികൾ അറിയില്ല. അതിന് ചീത്ത പറയുന്നതിന് പകരം നമ്മൾ നല്ലൊരു പിന്നെ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കൊടുക്കുക, ഒരു പെൻസിൽ വാങ്ങിക്കൊടുക്കുക, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. അതേപോലെ മാർക്ക് കുറഞ്ഞാൽ മാഡം പറഞ്ഞ മറ്റൊരു കാര്യം, കുട്ടികൾ വഴക്ക് പറയുന്നതിന് പകരം നമ്മൾ എന്താക്കുക, പിന്നെ ഇത്രയൊക്കെ ഈ വാങ്ങിയല്ലോ, ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ കിട്ടിയ മാർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് കുട്ടിയെ ചീത്ത പറയാതിരിക്കുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അതേപോലെ റോബിൻ ശർമ്മന്റെ അതിമനോഹരമായ ഒരു ബുക്ക് ഉണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡു. അതേപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര ആള് നമ്മളെ കാണാൻ വരും എന്നുള്ളത് പോലെ നമ്മൾ അത്രയും, അതേപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മളെ പെരുമാറ്റവും സ്വഭാവം എന്നുള്ള കണ്ടന്റ് ഒക്കെ പറയാതെ മേഡം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ്, ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ ക്ലാസ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഈ സെൽഫ് ടാലന്റിന്റെ ക്ലാസ് എനിക്കിന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇന്ന് എടുത്തപ്പോൾ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഇന്നലെ തന്നെ ഞാൻ എടുത്ത ചില ഡിസിഷൻസ് എനിക്ക് പലപ്പോഴും ഞാൻ തെറ്റായി പോയെന്ന് ഞാൻ ഇന്നലെയും കൂടെ എന്നെ ചെറിയ കുറ്റപ്പെടുത്തലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ സ്റ്റഡീസിലായിരുന്നാലും ഒന്നിനും വീട്ടില് പാരന്റ്സ് ഒരിക്കലും കുറ്റപ്പെടുത്തി അങ്ങനെ ചെയ്യാണ്ടുള്ള ഒരു വ്യക്തികളായിരുന്നു. സോ എനിക്ക് നന്നായിട്ട് അത് എൻകറേജ്ഡ് ആയി. എനിക്ക് ഞാൻ ആഗ്രഹിച്ച ലെവലിൽ എനിക്ക് പഠിക്കാനൊക്കെ പറ്റി. ബട്ട് ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ ചെയ്ത ചില മിസ്റ്റേക്ക് കാരണം അത് ഞാൻ എന്നെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് വളരെ ഉപകാരം. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കൂടെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, പക്ഷെ ഇത് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Gyana ma'am. Hidayat sir? Safe sir? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓക്കെ, ക്ലാസ് ഞാൻ ലാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ഷഹല മാം നല്ല സെഷൻ ആയിരുന്നു, എല്ലാ ഫീഡ്ബാക്കും മനസ്സിലായി. ഓക്കെ, സോ ഞാൻ വന്നിരിക്കുന്നത് വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനാണ്. വിമാജിക്ക് നമ്മൾ ഇങ്ങനെ ഈ ഒരു മന്തിൽ അല്ലേ ഫ്രീ ആക്കിയിട്ട് ഏകദേശം ഒരു മാസമായി. ഒരു മാസം ഏകദേശം 20 ദിവസമായി. നമ്മൾ ഈ ന്യൂ ഇയർ മുതൽ വിമാജിക് ഫ്രീ ആണ്. ഫെബ്രുവരിയോട് കൂടിയിട്ട് വിമാജിക് അതിന്റെ ഫസ്റ്റ് ഫിൽട്രേഷൻ ആരംഭിക്കുകയാണ്. വിമാജിക്കിനെ നമ്മൾ 3 രീതിയിലേക്ക് മാറ്റിയാണ്. വിമാജിക്കിൽ 3 ടൈപ്സ് ഓഫ് മെമ്പർ ഉണ്ടാവും: സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം മെമ്പർ. ഓക്കെ, മിനിമം സിൽവർ മെമ്പർ ആവുന്ന ആളുകൾക്കാണ് വിമാജിക്കിൽ സ്റ്റേ ചെയ്യാൻ നിൽക്കുക. ഗോൾഡ് മെമ്പർ, പ്ലാറ്റിനം മെമ്പർ ഒക്കെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പിന്നീട് പറയും. ബേസിക്കലി നമ്മൾ ആദ്യം സിൽവർ മെമ്പർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് കുറച്ച് ആളുകളെ ഗോൾഡിലേക്ക് അതേപോലെ തന്നെ പ്ലാറ്റിനത്തിലേക്കൊക്കെ മാറ്റും. അപ്പൊ എന്താണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മിനിമം ഒരാഴ്ചയിൽ 3 സെഷൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഒരു 5 AM ക്ലബ്ബാണ്, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാം. ഇത് ചെയ്യാത്ത ആളുകളെ റിമൂവ് ചെയ്ത് തുടങ്ങും. ലീഡേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ടാവും. വി നീഡ് ക്വാളിറ്റി പീപ്പിൾസ്. ഓക്കെ, നമുക്ക് ക്വാളിറ്റി പീപ്പിൾസിനെയാണ് വേണ്ടത്. എക്സ്ക്യൂസസ് പറയുന്ന ആളുകൾ നമുക്ക് വേണ്ട. വി ഡോണ്ട് ബൈ എക്സ്ക്യൂസസ് എന്നുള്ളതാണ്. നമ്മൾ എക്സ്ക്യൂസസ് മേടിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം കൊണ്ട് പറ്റിയില്ല, ഈ കാര്യം കൊണ്ട് പറ്റിയില്ല, അങ്ങനെ എക്സ്ക്യൂസസ് പറയുന്ന ആളുകളെ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എക്സ്ക്യൂസസ് ഉണ്ടാവുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫിൽട്രേഷൻസ് ഉടനെ ആരംഭിക്കുക. റസാഖ് സാറ്, സിംബു മാം, അതേപോലെ ബീന മാം, ആരൊക്കെയാണ് ലീഡേഴ്സ് വെച്ചെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് തന്നെ പാസ് ചെയ്യുക. മിനിമം 3 ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ, കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലും അതിനാണെങ്കിൽ അവർ റീസൺ ഒന്നും ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ റിമൂവ് ചെയ്ത് തുടങ്ങും. ക്ലിയർ ആണല്ലോ? ഓക്കെ,
അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാത്ത എല്ലാ ആളുകളെയും എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. കാരണം ഈ കൾച്ചർ അല്ലെങ്കിൽ പിന്നെ വരുന്ന ആളുകളൊക്കെ അത് ശീലിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് മേക്ക് എ പെർഫെക്റ്റ് മാൻ എന്നുള്ളത്. നിങ്ങൾ എന്തിനാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതാണല്ലോ നിങ്ങൾ പെർഫെക്റ്റ് ആവുക. നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അവരിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ലൈഫിൽ എക്സ്ക്യൂസസ് പറയാന്നുള്ളത്. വെറുതെ ചോദിക്കുമ്പോഴൊക്കെ ഓരോ എക്സ്ക്യൂസസ് പറയുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. എക്സ്ക്യൂസസ് മാക്സിമം ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. സോ ഇതൊന്ന് റിമൈൻഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് സെഷൻസിൽ അറ്റൻഡ് ചെയ്യും. ഇതേ കാര്യം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ. സോ ഹാൻഡ് ഓവർ ടു മുഫീദ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ടൈം 35 ആയിട്ടുണ്ട്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു പാരന്റിങ്ങിനെ കുറിച്ച് സെഷൻ എടുത്ത ഷഹല മാമിനും അതുപോലെ തന്നെ ഇതില് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you. All. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.